കോഴിക്കോട് പാളയം മാർക്കറ്റിന് പകരമായി അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പഴം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി. 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച കെട്ടിടം നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മാർക്കറ്റ് പാളയത്ത് നിന്ന് മാറ്റുന്നതിനെതിരെ നേരത്തെ വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റിയാൽ കച്ചവടമില്ലാതാകുമെന്ന ആശങ്കയിൽ വ്യാപാരികളും തൊഴിലാളികളും നിരവധി പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. എതിർപ്പുകൾ നിലനിൽക്കെയാണ് ഉദ്ഘാടനം. 100 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. 27 കോടിയോളം രൂപ ചെലവഴിച്ച് കോർപ്പറേഷനാണ് സ്ഥലം ഏറ്റെടുത്തത്. കല്ലുത്താൻ കടവ് ഏരിയ ഡെവലപ്മെന്റ് കമ്പനിയാണ് നിർമ്മിച്ചത്. 35.5 വർഷത്തേക്ക് മാർക്കറ്റിന്റെയും അനുബന്ധ കെട്ടിടങ്ങളുടെയും നടത്തിപ്പ് ചുമതലയും അവർക്കാണ്. 5.5 ഏക്കർ സ്ഥലത്ത് 6 ബ്ലോക്കുകളായാണ് മാർക്കറ്റ്. ആകെയുള്ള 310 മുറികളിൽ 153 എണ്ണം പാളയത്തെ കച്ചവടക്കാർക്ക് അഡ്വാൻസ് തുകയില്ലാതെ അനുവദിച്ചു. നമ്മുടെ കോഴിക്കോട് നഗരത്തിന് ഒരു പുതിയ മുഖച്ഛായ നൽകുകയാണ് നമ്മൾ ഈ കല്ലുത്താൻ കടവിൽ സ്ഥാപിച്ചിട്ടുള്ള ഇന്നത്തെ നിലയിൽ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ന്യൂ പാളയം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേരി പ്രദേശം പോലെ ജീവിച്ച മനുഷ്യർ, അവരെ നമുക്ക് പുനരധിവസിപ്പിക്കണമായിരുന്നു. നല്ല രീതിയിൽ അങ്ങനെയൊന്ന് ചെയ്യാനായി 100 ചതുരശ്ര അടി വലിപ്പമുള്ള കടമുറികളാണ് നിർമ്മിച്ചിരിക്കുന്നത്. തെരുവു കച്ചവടക്കാർക്കായി ഓപ്പൺ മാർക്കറ്റിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 3 നിലയിലുള്ള പ്രധാന കെട്ടിടത്തിൽ എല്ലാ നിലയിലും വാഹനങ്ങളെത്തും. 500 വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യവുമുണ്ട്. പുതിയ മാർക്കറ്റിലേക്ക് ബസ് സർവീസ് അനുവദിക്കുന്ന കാര്യവും പരിഗണിക്കും. മുഖ്യമന്ത്രിക്കൊപ്പം ഉദ്ഘാടനത്തിൽ മന്ത്രിമാരായ MP രാജേഷ്, മുഹമ്മദ് റിയാസ് എന്നിവരും പങ്കെടുക്കും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.